എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഉപ്പിന്റെ ഗുണങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഞെട്ടിട്ടുണ്ടാകും, കാരണം ഉപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും മൊത്തം പ്രശ്നക്കാരനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സംഭവമാണ് അല്ലേ. നമുക്ക് ഉപ്പിന്റെ കുറച്ച് ഹെൽത്ത് പരമായ കുറച്ച് ഗുണങ്ങൾ നമുക്ക് നോക്കാം. കഫക്കെട്ട്, മൂക്കടപ്പ്, ജലദോഷം, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പലരെയും അലട്ടുന്ന പ്രശ്നമാണ്. ചിലർക്ക് ഇത് നിത്യവുമുള്ള പ്രശ്നമായിരിക്കും, ചിലർക്ക് അലർജി സംബന്ധമായ പ്രശ്നം കൊണ്ട് ഉണ്ടാകാവുന്ന ഒന്നാണിത്. തണുപ്പാണ് ചിലർക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, ചിലർക്കാകട്ടെ കടുത്ത വെയിലും വിയർപ്പും എല്ലാം ഈ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മറ്റു ചിലർക്ക് കുളിച്ചാൽ അല്ലെങ്കിൽ നെറുകയിൽ വെള്ളമിറങ്ങിയാലൊക്കെ ഇതുപോലെ കഫക്കെട്ടും ജലദോഷവും ഒക്കെ ഉണ്ടാകും. കഫക്കെട്ട് നെഞ്ചിലും ശിരസിലും എല്ലാം ഉണ്ടാകാം. കൂടുതൽ പഴകിയാൽ അണുബാധയും അതുപോലെ തന്നെ ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധ്യത ഏറെയാണ്. തലവേദന, മൂക്കടപ്പ്, സൈനസൈറ്റിസ് പോലുള്ള പല പ്രശ്നങ്ങൾക്കൊക്കെ ഇത് കാരണമാകും. കഫക്കെട്ട് മാറാൻ പല വഴികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം വഴികളിൽ നമുക്ക് ചെയ്യാവുന്ന ചില സിമ്പിൾ പരിഹാരങ്ങൾ അതിനകത്തുണ്ട്. അത്തരത്തിലൊന്നാണ് ഉപ്പ് എന്നത്. നല്ലൊരു അണുനാശിനിയായ ഉപ്പ് കഫക്കെട്ട് മാറാൻ വളരെ നല്ലതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, ഏറ്റവും സിമ്പിളായി ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. അതായത് രാത്രി കിടക്കുന്ന ആ ഒരു സമയത്ത് ഒരു പാത്രത്തിൽ അല്പം ഉപ്പ് കിടക്കയ്ക്ക് അരികിലോ അല്ലെങ്കിൽ മുറിയുടെ സമീപത്തോ ഒക്കെ നിങ്ങൾ വയ്ക്കുക. ഇത് കഫക്കെട്ട് മാറാൻ ഏറെ നല്ലതാണ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ അടുത്ത് വെക്കാവുന്നതാണ്. മൂക്കടപ്പിനും കഫക്കെട്ടിനും അലർജിക്കും അതുപോലെ തന്നെ സൈനസൈറ്റിസിനും എല്ലാം ഇത് വളരെയേറെ നല്ല ഒരു പ്രശ്ന പരിഹാരമാണ്. ഉപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന പല നാച്ചുറൽ ചികിത്സാ വിധികളുമുണ്ട്. സോൾട്ട് തെറാപ്പി എന്ന ഒന്ന് തന്നെ ഉണ്ട്. ഇതിന് പറയുന്ന പേര് ഹാലോ തെറാപ്പി എന്നാണ്. ഉപ്പ് നമ്മുടെ മൂക്കിലൂടെ ശ്വാസ സഞ്ചാരം നടക്കുന്ന എയർ പാസേജിലെ വീക്കം തടയും. ഇത് തലവേദന കുറയ്ക്കാനും അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി കോശങ്ങൾ വ്യാപിക്കുന്നത് തടയാനും ഒക്കെ നല്ലതാണ്. ഉപ്പിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ബാക്ടീരിയ അലർജി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. ഉപ്പിന്റെ ചെറുകണികകൾ സൈനസിലേക്കും അതുപോലെ തന്നെ ശ്വാസനാളത്തിലേക്കും സഞ്ചരിച്ച് ഈ ഭാഗം കൂടുതൽ ക്ലീനാക്കി വായു സഞ്ചാരം സുഗമമാക്കും. ഇതിലൂടെ മൂക്കടപ്പ് പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അലർജിയും കുറയും. രാത്രിയിലെ മൂക്കടപ്പും അലർജി പ്രശ്നങ്ങളും എല്ലാം പലരുടെയും ഉറക്കം കളയുന്ന ഒന്ന് തന്നെയാണ് അല്ലെ. അതിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഉപ്പ്. ഇതേ രീതിയിൽ മുറിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതാണ് അതിൻ്റെ പരിഹാര രീതി എന്ന് പറയുന്നത്. ശ്വാസനാളത്തിലൂടെയുള്ള വായു സഞ്ചാരം സുഗമമാക്കുന്നതിനാൽ നല്ല ഉറക്കത്തിന് ഇത് സഹായിക്കും. മൂക്കടപ്പ് മാറാൻ പൊതുവെ മൂക്കിൽ സലൈൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപ്പ് ചേർത്തുണ്ടാക്കുന്ന ലായനിയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾക്ക് ആ മൂക്കിൽ ഒഴിക്കാൻ തരുന്ന ആ ഒരു ലായനിക്കകത്ത് നമ്മളുടെ ഉപ്പിൻ്റെ ആ ഒരു കെമിക്കൽ ഫോം എഴുതിയിരിക്കുന്നത് ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഉപ്പ് ഇതിനൊക്കെ നല്ല ഒരു ഗുണകരമായ ഒന്നാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. അതുപോലെ തന്നെ നെറ്റിപ്പോട്ട് എന്ന ഒരു വഴി കൂടിയുണ്ട്. അതും പരീക്ഷിക്കുന്നത് നല്ലതാണ്. ഇതിനുള്ള പ്രത്യേക രീതിയിലെ ട്യൂബ് പോലുള്ള പാത്രം വാങ്ങാൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് പാനീയം നിറച്ച് മുഖം വശം ചരിച്ചു പിടിച്ച് ഒരു നാസദ്വാരത്തിലൂടെ വെള്ളം ഒഴിച്ച് മറുഭാഗത്തിലൂടെ പുറത്തേക്ക് കളയുന്ന ഒരു രീതിയാണിത്. ഇത് എല്ലാ ഭാഗം ക്ലിയർ ആക്കാനും ബുദ്ധിമുട്ടില്ലാതെ ശ്വാസം വലിക്കാനും ഒക്കെ സഹായിക്കും. ഉപ്പ് മുറിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് ബാക്ടീരിയകളുടെയും അതുപോലെ തന്നെ ഫംഗസിന്റെയും എല്ലാം വളർച്ച തടയാൻ സഹായിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഇത് വളരെ നല്ലതാണ്. മുറിയിൽ ഈർപ്പം നിലനിൽക്കുന്നത് ഇവയുടെ വളർച്ചയ്ക്ക് സഹായിക്കും. ഈർപ്പം വലിച്ചെടുക്കാൻ ഉപ്പിന്റെ കണികകൾക്ക് സാധിക്കും. കല്ലുപ്പാണ് കൂടുതൽ നല്ലത്. അലർജി, സൈനസൈറ്റിസ്, മൂക്കടപ്പ്, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർ കിടക്കാൻ നേരത്ത് ഉപ്പ് മുറിയിൽ സൂക്ഷിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആശ്വാസം നേടാൻ സഹായിക്കുന്ന ഒരു വഴിയാണ്. കണ്ടില്ലേ, എനിക്ക് നല്ല മൂക്കടപ്പുണ്ട്, എന്തായാലും ഞാൻ ഓടിപ്പോയി ഇത് ചെയ്തിട്ട് വരാം. തീർച്ചയായും ഇത് നല്ലൊരു വഴി തന്നെയാണ്, കാരണം ഞാൻ നേരത്തെ പരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളിത് തീർച്ചയായും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. പുതിയ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ആണല്ലോ നമ്മൾ മറ്റുള്ളവരിലേക്കും എത്തിക്കേണ്ടത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയായി സേഫ് ആയിരിക്കും. ബൈ.